എൻ്റെ ഇപ്പോഴത്തെ ജോലിയും അത് തന്നെയാണ്. കണ്ണ് മഞ്ഞളിക്കരുത്, സ്വർണം കണ്ട് കണ്ണ് മഞ്ഞളിക്കരുത് എന്നുള്ളതാണ്. അതാണ് ഞാനും ടു റീറ്റെയിൻ പ്രോപ്പർ ഐസൈറ്റ്. വേണ്ടാത്ത കാര്യങ്ങളിൽ കണ്ണ് പതിഞ്ഞ് അത് പണ്ട് കുഞ്ചൻ നമ്പ്യാർ കൊണ്ടുപോവാ എന്ന് കൽപ്പിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഈ ആളുകൾ ഈ കുഴപ്പത്തിലൊക്കെ ചാടിക്കൊണ്ടിരിക്കുന്നത്. കഥകളിയിലൊക്കെ നേത്രാഭിനയം ഒരു വലിയ അഭിനയമാണ്. നവരസങ്ങൾ ആവിഷ്കരിക്കുന്നതും അതിനകത്ത് കണ്ണുകളുടെ പങ്ക് വളരെ വലുതാണ്. അപ്പോൾ കഥകളിയിലൊക്കെ നേത്രാഭിനയം എന്നുള്ളൊരു അഭിനയ ശാഖ തന്നെയുണ്ട്. നേത്രം കൊണ്ട് എല്ലാം അഭിനയവും നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നവരസങ്ങൾ ആവിഷ്കരിക്കുമ്പോഴും കണ്ണിൻ്റെ എക്സ്പ്രഷനിലൂടെയാണ് അത് കൂടുതൽ ആവിഷ്കരിക്കപ്പെടുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ കണ്ണ് വളരെ പ്രിയപ്പെട്ട ഒരു അവയവമായി കലാകാരന്മാർക്ക് മാറിയിട്ടുള്ളത്. നിങ്ങളും തീർച്ചയായിട്ടും അതിൻ്റെ ശാസ്ത്രീയതയ്ക്ക് അപ്പുറത്തേക്ക് കണ്ണിൻ്റെ ഒരു എക്സ്പ്രസീവ് നേച്ചറിനെ പറ്റി ഐ എം ഷുവർ ഇൻ യുവർ പ്രാക്ടീസ് ഓൾസോ യു മസ്റ്റ് ഹവ് come upon several occasions where the eyes reveal what the lips don't എന്നുള്ളത് തീർച്ചയായിട്ടും ഇൻറ്റ്യൂട്ടീവ് പ്രാക്ടീഷണേഴ്സ് വിൽ ഡെഫിനറ്റ്ലി അറ്റസ്റ്റ് അറ്റ് ദാറ്റ്. ഞാൻ ഈ അറിവില്ലാത്ത കാര്യങ്ങൾ ഒരുപാട് പറയുന്നില്ല. ഞാനും നിങ്ങളും തമ്മിൽ എന്താണ് ഒരു കോമണാലിറ്റി? യു ആർ ഓൾ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ്. ഞാനും നിങ്ങളുമായിട്ട് എന്താണ് ഒരു ബന്ധം? കണ്ണിന് വലിയ സൂക്കേടൊന്നുമില്ല, അത് ഈ കണ്ണട വയ്ക്കുന്നതല്ല വേറെ. അതുകൊണ്ട് ഞാൻ അധികം ഒഫ്താൽമോളജിസ്റ്റിനെ കാണേണ്ട ഇടയും വന്നിട്ടില്ല. അത് മറ്റൊരു കാര്യം. അപ്പോൾ പോകെ വരും, അങ്ങോട്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഞാനും നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധം എന്ത് എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. കാരണം ഞാനിപ്പോൾ ഒരു ജോലി ഏറ്റെടുത്തിട്ടുണ്ടല്ലോ, ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റാണ്. അതിപ്പോൾ അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഈ കാഴ്ചശക്തി നിലനിർത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. അതായത് കാഴ്ചശക്തി കറക്റ്റായിരിക്കണം. അതിന് ഡിസ്റ്റോർഷനൊന്നും ഇല്ലാതെ, അതിന് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരാളുടെ ഐസൈറ്റ് കറക്റ്റായിട്ട് നിലനിർത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. എൻ്റെ ഇപ്പോഴത്തെ ജോലിയും അത് തന്നെയാണ്. കണ്ണ് മഞ്ഞളിക്കരുത്, സ്വർണം കണ്ണ് മഞ്ഞളിക്കരുത് എന്നുള്ളതാണ്. അതാണ് ഞാനും ടു റീറ്റെയിൻ പ്രോപ്പർ ഐസൈറ്റ്. എനിക്ക് തോന്നുന്നത് ലോകത്തുള്ള എല്ലാ കുഴപ്പങ്ങളുടെയും അല്ലെങ്കിൽ റോങ് ഡൂയിങ്സിൻ്റെയും കാരണം ഇവൻ്റെ കാഴ്ചശക്തിയുടെ പ്രശ്നമാണ്. കാരണം പീപ്പിൾ ഹാവ് പെർവേർട്ടഡ് വ്യൂസ് അബൌട്ട് അക്വിസിഷൻസ്, പൊസിഷൻസ്, ഇമ്പോർട്ടൻസ്. അപ്പോൾ ഈ യഥാർത്ഥത്തിലുള്ള കാഴ്ചശക്തി ഉണ്ടാക്കലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ജോലി. അല്ലെങ്കിലും നമ്മളൊക്കെ ദൈവവിശ്വാസികളൊക്കെ ആണല്ലോ. അപ്പോൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഈ വാട്ട് ഈസ് എഫമറൽ, വാട്ട് ഈസ് പെരിഷബിൾ, വാട്ട് ഈസ് ഫോർ എവർ നിലനിൽക്കുന്നത് എന്നൊക്കെ അറിയാനുള്ള ഒരു കാഴ്ചശക്തി ഉണ്ടാവുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പാഠം എന്നാണ് ഞാനിപ്പോൾ നമ്മളെല്ലാം ഈ ലോകത്ത് ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നത് നമ്മളൊക്കെ തന്നെ പലരെ പറ്റിയും പരിതപിക്കുന്നുണ്ട്. എന്തിനാണ് ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കാണാൻ പോയത് എന്ന് നമ്മൾ ചിന്തിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകൾ. അതുകൊണ്ടാണല്ലോ പണ്ട് ഉള്ളൂരിൻ്റെ ഒരു കവിതയുണ്ട്, എന്താണ്, പുറം കണ്ണ് തുറപ്പിക്കും പുലർവേളയിൽ അംശുമാൻ എന്ന് പറയാൻ സൂര്യൻ. രാവിലെ നമ്മുടെ എക്സ്റ്റേണൽ ഐസ് വിൽ ബി ഓപ്പൺ. എന്നാൽ അകംകണ്ണ് തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം. ആശാൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രാസത്തിന് എങ്ങനെ ഉപയോഗിച്ചെങ്കിലും വിദ്യാഭ്യാസം അല്ലെങ്കിൽ അറിവ് കൊണ്ട് മാത്രമേ അകക്കണ്ണ് തുറക്കുകയുള്ളൂ. ഈ അറിവാണ് അത്. എക്സ്റ്റേണൽ ഐസ് അല്ല. ഇൻറ്റേർണൽ ഐസ് തുറക്കണമെങ്കിൽ ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള വിവേകമുണ്ടാവണം. ഇതെനിക്ക് വേണം, ഇതെനിക്ക് വേണ്ട. കാഴ്ചശക്തിയാണ്. വേണ്ടാത്ത കാര്യങ്ങളിൽ കണ്ണ് പതിഞ്ഞ് അത് പണ്ട് കുഞ്ചൻ നമ്പ്യാർ കൊണ്ടുപോവാ എന്ന് കൽപ്പിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഈ ആളുകൾ ഈ കുഴപ്പത്തിലൊക്കെ ചാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബോത്ത് ഓഫ് us are engaged, or Kerala society is also trying to distinguish between what is wrong sight and what is correct sight. ഇതാണ് ഇപ്പോൾ ഞാനും നിങ്ങളും കൂടെ ഉള്ളൊരു ബന്ധം, ഒരു സ്വർണം വഴിയുള്ള ബന്ധമാണെന്ന് ഞാൻ വിചാരിക്കണം. മഞ്ഞളിക്കരുത്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇത്രയൊക്കെ ഞാൻ കലാകാരന്മാരെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് ഐ വിൽ ഷെയർ very few ideas, a couple of ideas about my take on ophthalmology and your commitment or your mandate, because basically you have to retain the eyesight and the eye health of the community. സാധാരണക്കാരൻ്റെ എല്ലാ മനുഷ്യരുടെയും ഈ ഒരു വിലപ്പെട്ട അവയവത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുക. അത് അജ്ഞത കൊണ്ട് അതിൻ്റെ ആരോഗ്യം ഇല്ലാതാവുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. മേ ബി ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ എനിക്ക് തോന്നുന്നത് വൺ ഓഫ് ദ റോബസ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഹൃദയം പോലെ തന്നെ ഇത്രയും റോബസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് വേറെയില്ല. ആൻഡ് പ്രോൺ ടു, നമ്മുടെ ഒരു അറിവിലാണ്, പ്രത്യേകിച്ചൊരു ശ്രദ്ധയുമില്ലാതെ വളരെ ഭംഗിയായിട്ട് അതിൻ്റെ ജോലി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് കേടാവാനുള്ള സാധ്യതകൾ എന്ത്, ഇതിൻ്റെ അബ്യൂസ് എന്ത്, മിസ്യൂസ് എന്ത് തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ഐ ഹെൽത്ത് ആണ്. ദാറ്റ് ഈസ് ഇൻ യുവർ ഹാൻഡ്സ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒഫ്താൽമോളജിസ്റ്റ് ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് ഹാവ് റീറ്റെയിൻഡ് fair amount of your traditional credibility.
I use my words very responsibly. Traditional credibility എന്ന് പറഞ്ഞത് എന്താണ്? Once upon a time, doctors were looked upon as very close relatives of God. ദൈവത്തിൻ്റെ അയൽക്കാരനായിട്ടാണ് നമ്മളെല്ലാവരും ധരിച്ചിട്ടുള്ളത്. Doctor's word is the last word. If doctor says do this, yes, I am convinced that it should be done. എന്നാൽ on account of various factors, this credibility has been eroded. That is where I said ophthalmologists have retained fair amount of credibility in these days of credibility erosion which is happening in the medical field. അവിടെ ഒപ്താൽമോളജിസ്റ്റിനെ പറ്റിയാണ് ഏറ്റവും കുറവ് പരാതികൾ ഞാൻ കേട്ടിട്ടുള്ളത്. You have retained considerable amount of credibility, which is something which you should be very proud about.